പലരും എന്നോട് ചോദിക്കാറുണ്ട് 2025 ഏകദേശം 3,95,000 പേർക്ക് PR കൊടുക്കുമല്ലോ എന്നുള്ളത്. അന്നേരം ഈ അടുത്ത സമയത്തൊക്കെ ഡ്രോ നടക്കുന്നില്ലെങ്കിൽ പോലും ഇനിയും വലിയൊരു ഡ്രോ കോൺടാക്റ്റ് ചെയ്യും, അതിനനുസരിച്ചുള്ള ആൾക്കാരെയൊക്കെ ഇൻവൈറ്റ് ചെയ്യും എന്നുള്ളത്. എന്താണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ? ഇതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാഷണൽ സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ കോൺഫറൻസ് 2025 പല സംശയങ്ങൾക്കും ഒരു ഉത്തരം നൽകുകയുണ്ടായി. അങ്ങനെയുള്ളൊരു സംശയമായിരുന്നു ഈ 3,90,000 ആൾക്കാരെ ഈ വർഷം തന്നെ എങ്ങനെയാണ് അക്കോമഡേറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. കാരണം 2025 ജനുവരി തൊട്ട് മെയ് വരെയുള്ളൊരു കാലഘട്ടം നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ PR കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ളൂ. നമ്മൾ പ്രത്യേകിച്ച് കാനഡയിൽ തന്നെയുള്ള കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്സിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഉള്ള ആൾക്കാരുടെ എണ്ണം നോക്കുമ്പോൾ വളരെ കുറച്ച് പേർക്ക് മാത്രമേ PRനുള്ള ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുള്ളൂ. മാത്രമല്ല ഇപ്പം പല കാറ്റഗറി ബേസ്ഡും അല്ലെങ്കിൽ പല നോമിനേഷൻ പ്രോഗ്രാമിലൊക്കെ പല കാറ്റഗറിയിലൊക്കെ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞ് ആ നമ്പറുകളൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ ചെറിയൊരു നമ്പറിലുള്ളവർക്ക് മാത്രമേ ഈ മെയ് വരെയുള്ള സമയത്ത് ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇനി വരാൻ പോകുന്ന ഒരു 6-7 മാസത്തിനുള്ളിൽ എങ്ങനെയാണ് ഇത്രയധികം ആൾക്കാർക്ക് PR കൊടുക്കുന്നത് എന്നാണ് അതിനകത്ത് ആ കോൺഫറൻസിന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചൊരു ചോദ്യം എന്ന് പറയുന്നത്. അതിന് വ്യക്തമായിട്ടൊരു ഉത്തരം ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ടായിരുന്നു. കാനഡ ഇമിഗ്രേഷൻ്റെ ഒരു പ്ലാൻ എല്ലാവരും 3 വർഷം കൂടുമ്പോൾ അവർ പുതുക്കാറുണ്ട്. അങ്ങനത്തെ ഒരു ഇമിഗ്രേഷൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടൊരു പുതുക്കൽ നടന്നത് 2025 ഒരു പ്ലാനോട് കൂടിയായിരുന്നു. അതായത് 2024 ഏകദേശം സെപ്റ്റംബറിലായിരുന്നു ആ പ്ലാന് ജനങ്ങൾക്ക് മുന്നിൽ പ്രഖ്യാപിച്ചത്. 2025, 26, 27 കാലഘട്ടത്തിലേക്കുള്ളൊരു പ്ലാനാണ് അവർ പ്രഖ്യാപിച്ചത്. ഇതിനു മുമ്പ് വരെ ഏതൊരു ഇമിഗ്രേഷൻ്റെ പ്ലാൻ നോക്കിക്കഴിഞ്ഞാലും ആൾക്കാരുടെ എണ്ണം കൂട്ടിക്കൊണ്ടുവരാനാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത്. എന്നാൽ ഈ കാനഡയിലെ ഒരു ഇമിഗ്രേഷൻ തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ഇമിഗ്രേഷൻ കുറയ്ക്കാം എന്നുള്ളൊരു പ്ലാൻ കൊണ്ടുവന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് 2025 3,90,000 പേർക്കും 2026 3,80,000 പേർക്കും അതേപോലെ 2027 3,60,60,000 പേരിലേക്ക് ചുരുക്കാം എന്നൊരു ഡിസിഷനാണ് അവരെടുത്തത്. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ 3,90,000 പേരെന്ന് പറയുന്നത് ഒരു എക്സ്പ്രസ് എൻട്രി പ്രോഗ്രാം വഴി PR കിട്ടിയവരുടെ എണ്ണം മാത്രമല്ല. അത് പല ക്രൈറ്റീരിയയിൽ കൂടി കാനഡയിലേക്ക് PR കിട്ടുന്നവരുടെ എണ്ണമാണ്. അത് ചിലപ്പോൾ നോമിനേഷൻ പ്രോഗ്രാം ആവാം, അല്ലെങ്കിൽ ഒരു വർക്ക് പെർമിറ്റ് വന്നവർക്ക് PR കൊടുത്താവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഹ്യൂമാനിറ്റേറിയൻ ബേസിസിൽ PR കൊടുത്തൊക്കെ ആവാം. ഈ നമ്പറുകൾ എല്ലാവരും ചേർത്തിട്ടാണ് ഈ 3,90,000 പേരെന്ന് പറയുന്നത്. ഇതുകൂടാതെ തന്നെ ഫാമിലി സ്പോൺസർഷിപ്പ് വിസ വഴി പേരൻസിനോ അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസിനോ കൊടുക്കുന്ന ഒരു PR ഉൾപ്പെടെയാണ് 3,90,000 പേരെന്ന് പറയുന്നത്. മാത്രമല്ല റെഫ്യൂജി ആയിട്ട് കാനഡയിൽ വരുന്നവർക്ക് PR കിട്ടുന്നവരും ഈ 3,90,000 പേരിനകത്ത് ഉൾപ്പെടും. അടുത്തായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എക്സ്പ്രസ് എൻട്രി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡ്രോ നടക്കുമ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 10 പേർക്ക് ഇൻവിറ്റേഷൻ കിട്ടി എന്ന് പറയുമ്പോൾ ഈ 3,90,000 നിന്ന് വെറും 10 പേരെ മാത്രമേ റെഡ്യൂസ് ചെയ്തു എന്ന് വിചാരിക്കരുത്. അതിന് പകരം ആ 10 പേരെന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷനാണ് 10 എന്ന് പറയുന്നത്. അതായത് ഒരു ആപ്ലിക്കേഷനകത്ത് മിനിമം ഒരു 4 പേരെങ്കിലും കാണും. പൊതുവെ ഇന്ത്യയുടെ ഒരു ആപ്ലിക്കേഷൻ എടുക്കുമ്പോഴാണ് പൊതുവെ 4 എന്ന് പറയുന്നത്. 4 എന്ന് പറയുമ്പോൾ ഹസ്ബൻഡ്, വൈഫ്, 2 കുട്ടികളാണ് 4 എന്ന് പറയുന്നത്. എന്നാൽ പല നൈജീരിയ അല്ലെങ്കിൽ പല രാജ്യത്തു നിന്നും ഇറാനിയൻസും ഒക്കെ നോക്കുമ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ തന്നെ ഏകദേശം ഒരു 6-8 പേരൊക്കെ കാണും. അതിനകത്ത് ഫാമിലി മെമ്പേഴ്സും എല്ലാവരും ചേർന്ന ഒരു വലിയൊരു ആപ്ലിക്കേഷനാണ് അവർ പൊതുവെ സബ്മിറ്റ് ചെയ്യാറുള്ളത്. അങ്ങനെയുള്ള ഒരു ആപ്ലിക്കേഷനൊക്കെ വരുമ്പോൾ ഒരു 10 പേർക്കാണ് ഇൻവിറ്റേഷൻ കിട്ടിയതെങ്കിൽ പോലും അത് ചിലപ്പോൾ 200 250 പേരുടെ ഒരു നമ്പറായിട്ട് മാറാം. ഈ 395 എന്ന് പറയുന്ന കോട്ടയ്ക്കകത്ത് 250 പേരും ഉൾപ്പെടും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഈ പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതാണ്. 2024 കോട്ട എന്ന് പറയുന്നത് ഏകദേശം 4,80,000 പേർക്കായിരുന്നു. ആ 4,80,000 പേരുടെ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇൻവിറ്റേഷൻ കൊടുത്തപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സിങ് ടൈം എന്ന് പറയുന്നത്, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ കാനഡയ്ക്കുള്ളിലുള്ള ഒരു ആപ്ലിക്കേഷൻ്റെ പ്രോസസ്സിങ് ടൈം ഏകദേശം ഒരു 6 to 9 months ആണ്. അതേസമയം ഔട്ട്സൈഡ് കാനഡയിലുള്ളവരുടെ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സിങ് ടൈം ഏകദേശം ഒരു 9 to 12 months ആണ്. അങ്ങനെ ഇരിക്കുമ്പോൾ കാനഡയ്ക്കുള്ളിലിരിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് അവർക്കൊരു ഇൻവിറ്റേഷൻ കിട്ടിയത് 2024 സെപ്റ്റംബറിലാണെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ളവരുടെ ആ പ്രോസസ്സിങ് കംപ്ലീറ്റ് ചെയ്ത് അവരുടെ ഒരു PR കിട്ടുന്നത് 2025 ഒരു മാർച്ചിലൊക്കെ ആയിരിക്കാം. അപ്പോൾ അവരുടെ ആ വരുന്ന ആൾക്കാർ 2025 കോട്ടയ്ക്കകത്താണ് അവർ ഉൾപ്പെടുന്നത്. കാരണം അവർ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് അവർക്ക് പ്രോസസ്സിങ് കഴിഞ്ഞ് അവർക്ക് PR ഇഷ്യൂ ചെയ്തത് 2025 ആയതുകൊണ്ട് തന്നെ അവർ 2025 കോട്ടയ്ക്കകത്താണ് വരുന്നത്. അതേപോലെ തന്നെ 2024 ഔട്ട്സൈഡ് കാനഡയിലുള്ള ഒരു ആപ്ലിക്കേഷൻ പ്രകാരം അവർക്കൊരു ഇൻവിറ്റേഷൻ കൊടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവർ എൻട്രി ചെയ്യുന്നത്, അവർ കാനഡയിലേക്ക് ആദ്യമായിട്ട് വരുന്നത് 2025 അവരുടെ കോട്ട വരുന്നത് 2025 കോട്ടയ്ക്കുള്ളിലായിരിക്കും.
ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ 2024 ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തവരെല്ലാം ഇപ്പോൾ എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അവർക്ക് PR കിട്ടിക്കൊണ്ടിരിക്കുന്നത് 2025-ലാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 3,90,000 പേരുടെ ആ കോട്ടയ്ക്കകത്ത് 2024 ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തവരാണ് ഇപ്പോൾ ഉൾപ്പെടുന്നത്. അവരെ ഇപ്പോൾ പതുക്കെ ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പൊക്കെ വർഷങ്ങളിൽ ഒരു PR-ൻ്റെ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുകയും അതിന് ആൾക്കാരൊക്കെ വരുന്നവരുടെയൊക്കെ കോട്ട ഓരോ വർഷം കഴിയുമ്പോഴും കൂടിക്കൊണ്ടായിരുന്നു ഇരുന്നത്. അതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് അവരെന്ന് വരുന്നുണ്ടോ എന്നുള്ളത് ഗവൺമെൻറ് ഭാഗത്തുനിന്ന് വിഷയമേ അല്ലായിരുന്നു. അവർ സ്ഥിരമായിട്ട് ഫ്രീക്വൻ്റായിട്ട് തന്നെ ഒരു ഡ്രോ കണ്ടക്ട് ചെയ്യുകയും അതിനനുസരിച്ച് ആൾക്കാരൊക്കെ ഇൻവിറ്റേഷൻ കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ അതിന് വിപരീതമായിട്ട് ഈ 2025 ആയപ്പോഴത്തേക്ക് കോട്ടയുടെ എണ്ണം വളരെയധികം കുറയ്ക്കുകയൊക്കെ ചെയ്തു. അതിൽ പ്രകാരം 2024 ആപ്ലിക്കേഷനിൽ ഇൻവിറ്റേഷൻ കൊടുത്തവരെല്ലാം ഇപ്പോൾ 2025 എൻ്റർ ചെയ്യുന്നത് മൂലം അവരെത്ര പേരുണ്ട് എന്ന് ആദ്യം മനസ്സിലാക്കിയതിന് ശേഷമേ ഈ 2025 പുതിയൊരു ഡ്രോ കണ്ടക്ട് ചെയ്യത്തുള്ളൂ എന്നാണ് ഇപ്പം ഗവൺമെൻറ് ഭാഗത്തുനിന്നൊരു തീരുമാനം എടുത്തേക്കുന്നത്. അതിന് പ്രകാരമാണ് ഇപ്പോഴത്തെ ആദ്യത്തെ 6 മാസം കാര്യമായിട്ടുള്ള രീതിയിലൊന്നും ഒരു എക്സ്പ്രസ് എൻട്രിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയയിലോ ഒന്നും ഡ്രോ നടക്കാത്തത്. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ 2024 ഇൻവിറ്റേഷൻ കൊടുത്തവരെല്ലാം 2025 ഇപ്പോൾ എൻ്റർ ചെയ്യുക അല്ലെങ്കിൽ കാനഡയിൽ ഉള്ളിലുള്ളവർ ആപ്ലിക്കേഷനൊക്കെ സബ്മിറ്റ് ചെയ്തവർക്ക് ഈ 2025 PR കിട്ടുന്നത് എന്നതിലൂടെ 3,90,000 എന്ന നമ്പറിലെ ആ കോട്ട ഏകദേശം ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി 2025 ജൂണിലായിരിക്കും ഇനി അടുത്തൊരു രീതിയിലുള്ള ഡ്രോ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. കാരണം കഴിഞ്ഞ വർഷവും അങ്ങനെ തന്നെയായിരുന്നു, ജൂലൈക്ക് ശേഷമായിരുന്നു ഫ്രീക്വൻ്റായിട്ടൊക്കെ ഒരു ഡ്രോ കണ്ടക്ട് ചെയ്യുകയൊക്കെ ചെയ്തത്. അങ്ങനെ ഈ വർഷം ജൂലൈയിലൊക്കെ ഡ്രോ കണ്ടക്ട് ചെയ്യുന്നത് 2026 ഒരു ആൾക്കാരെ എൻ്റർ ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് PR ആ സമയത്തേക്ക് PR കൊടുക്കാനോ ഉള്ള രീതിയിലാണ്. അടുത്ത വർഷം നമുക്കറിയാം 2026 കോട്ട എന്ന് പറയുന്നത് 3,80,000 പേർക്കാണ്. അപ്പോൾ അതിനനുസരിച്ച് മാത്രമേ ഇനി ജൂലൈ തൊട്ടുള്ള ഒരു PR ഡ്രോ കണ്ടക്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള നമ്പറിലായിരിക്കും അവരിനിയും ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്നത്. ഇനി ഈ 2025 കോട്ടയിൽ കുറച്ച് പേരൊക്കെയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പോകുന്ന ഫ്രാങ്കോഫോണിക്സിനായിരിക്കും. കാരണം ഫ്രാങ്കോഫോണിക്സിൻ്റെ ആപ്ലിക്കേഷനൊക്കെ ഒരു ഏകദേശം ഒരു മാസമോ 2 മാസമൊക്കെ അവരുടെ ആപ്ലിക്കേഷൻ്റെ പ്രോസസ്സിങ് എടുക്കത്തുള്ളൂ. അങ്ങനെ പ്രോസസ്സിങ് അത്രയും കുറവായതുകൊണ്ട് അവരുടെ ഒരു PR 2025 കോട്ടയ്ക്കുള്ളിൽ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഇനി ഒരു CECയോ അല്ലെങ്കിൽ ഒരു ഔട്ട്സൈഡ് കാനഡ ഉള്ളവരുടെ ഒരു ഡ്രോയൊന്നും ഈ ജൂലൈക്ക് മുമ്പ് നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി 2025 ജൂലൈക്ക് ശേഷം നടക്കാൻ പോകുന്ന ഡ്രോയിൽ ഒരു CRS സ്കോറൊക്കെ എപ്പോഴും ഹൈ തന്നെ ആവാനുള്ള സാധ്യത. കാരണം ഇപ്പം തന്നെ 600 മുകളിലും ഒക്കെയുള്ള CRS സ്കോറിലുള്ളവരുടെ എണ്ണം വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ലോ CRS സ്കോറിലുള്ള ഒരു ഇൻവിറ്റേഷൻ ഉടനെയെങ്കിലും നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ കാനഡ ഗവൺമെൻറ് ഈ വീണ്ടും ആൾക്കാരോടെല്ലാം പറയുന്നത് ഫ്രാങ്കോഫോണിക്സിന് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കും എന്നുള്ളതാണ്, പ്രത്യേകിച്ച് ഔട്ട്സൈഡ് ക്യൂബക്കിലുള്ളവർക്ക്. അതുകൊണ്ട് തന്നെ ഇനി കാനഡയിൽ ഒരു PR കിട്ടാനുള്ള സാധ്യത കുറച്ചെങ്കിലും ഉള്ളത് ഫ്രാങ്കോഫോണിക്സിനായിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പം ആരെങ്കിലും PRന് വേണ്ടി അപ്ലൈ ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളൊരു ഫ്രഞ്ച് പഠിക്കാൻ ശ്രമിക്കുന്നതാണ് ഇന്നത്തെ ഒരു സിനാരിയോയ്ക്ക് നല്ലത്. ചിലപ്പോൾ നാളെ ഈ സിനാരിയൊക്കെ മറിയാം. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അങ്ങനെ ഒരു സാധ്യത, അത് വളരെ ചെറുതാണെങ്കിൽ പോലും അത് മാക്സിമം പ്രയോജനപ്പെടുത്താൻ നോക്കുക. അങ്ങനത്തെ ഫ്രഞ്ച് പഠിക്കുന്നതിലൂടെ നിങ്ങളുടെ PR സാധ്യത കുറച്ചുകൂടി കൂടുമെങ്കിൽ എന്തിനാണ് ആ സാധ്യത വേണ്ടാന്ന് വെക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ കാനഡ ഗവൺമെൻറ് സ്കിൽഡ് വർക്കർ ജോബ്സിനൊക്കെയാണ് അവർ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെയുള്ളൊരു സ്കിൽഡ് ട്രേഡ് ജോബിനകത്ത് ഏതെങ്കിലും ഒരു ജോബിനകത്ത് നിങ്ങൾ കണ്ടെത്തുകയോ അല്ലെങ്കിൽ അതിനകത്തൊരു എക്സ്പീരിയൻസ് നേടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതേപോലെ തന്നെ PR സാധ്യത വളരെയധികം കൂടുകയും ചെയ്യും. കാനഡ ഗവൺമെൻറ് പറയുന്നത് 2024 അവർ ഫ്രാങ്കോഫോണിക്സിന് ടാർഗറ്റ് ചെയ്തത് ഏകദേശം ഒരു 12%. എന്നാൽ 2036 ആകുമ്പോഴത്തേക്ക് ഈ ഫ്രാങ്കോഫോണിക്സിൻ്റെ എണ്ണം അതൊരു 20% ഉയർത്തുമെന്നാണ്. ഇന്നത്തെ ഒരു ഡേറ്റ നോക്കുകയാണെങ്കിൽ 500-നും 600-ൻ്റെ ഇടയിലെ പൂളിലുള്ളവരുടെ എണ്ണം ഏകദേശം 22,000 പേരോളമാണ്. അതുകൊണ്ട് ഈ ജൂലൈ 2025 ഇനിയൊരു ഫ്രീക്വൻ്റായിട്ട് എക്സ്പ്രസ് എൻട്രിയുടെ ഒരു ഡ്രോ കണ്ടക്ട് ചെയ്താൽ പോലും ഈ 500-ന് മുകളിലുള്ളവരുടെ എണ്ണം 22,000 പേരിൽ നിന്ന് സെലക്ട് ചെയ്താൽ പോലും ഏകദേശം അവരുടെ ഫാമിലി മെമ്പേഴ്സും എല്ലാവരും കൂടുമ്പോൾ ആ നമ്പർ എന്ന് പറയുന്നത് ഏകദേശം 1,00,000-ൻ്റെ ഒക്കെ മുകളിലെത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ തന്നെ അടുത്ത വർഷം 2026 കോട്ട ഒരു പകുതിയോളം അല്ലെങ്കിൽ ഒരു 3/4 ഭാഗത്തോളം ഫുൾ
ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സ്കോറുകൾ എത്രയും പെട്ടെന്ന് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുക. അത് ഫ്രഞ്ച് പഠിച്ചോ അല്ലെങ്കിൽ സ്കിൽഡ് ജോബിൽ എന്തെങ്കിലും ജോബ് കണ്ടെത്തുകയോ ഒക്കെ ചെയ്തതിലൂടെ നിങ്ങളുടെ സ്കോർ എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് നല്ലതായിട്ട് തീരും. ഇങ്ങനത്തെ പല രീതിയിലുള്ള ഇൻഫർമേഷൻസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ഇറ്റ്സ് മീ ഏജ് സൈനിങ് ഓഫ്. ബൈ.